അങ്ങനെ രാവിലെ 10 മണിയായി. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഇന്ന് ഒറ്റ മഴ പെയ്തിട്ടില്ല തിരുവനന്തപുരത്ത്. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി സ്റ്റാർ ഫ്രൂട്ട് പറിച്ചു. അങ്ങനെ കുറച്ചു നേരം കൈസൂന്റെ അടുത്ത് പോയി ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അടുത്തായി അടുത്തായി ഷകന്റെ ഷകന്റെ വാ ഇങ്ങോട്ടാ വിടാ വിടാ ഷകന്റെ അങ്ങനെ അടുത്തായി അടുത്തായി ഇത് അതല്ല അടുത്തായി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തവള പോസി കിടക്കുന്ന ആർച്ച. അതിനെ ഒന്ന് ജസ്റ്റ് ചെന്ന് തട്ടിയപ്പം തന്നെ അത് പേടിച്ചു. അത് നോക്കി ആരാ എന്നെ തടവുന്നത്, അങ്ങനെ നോക്കി മണപ്പിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ചൊറിഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കാര് കടന്ന് അടിക്കാണ്ടി തുടങ്ങി. അതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു ഇൻക്യുബേറ്റർ ഡക്ക്. അങ്ങനെ നമ്മൾ അതിനെ ഇപ്പം പുറത്തേക്ക് ഇട്ട് എന്നിട്ട് വാട്ടർ മെലനൊക്കെ വെച്ചു കൊടുത്തു. അത് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അത് വച്ചു കൊടുത്തതും കണ്ടു 8 എണ്ണം കൂടെ ഒരുമിച്ച് അതിനെ തിന്ന് തീർക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവ ആർച്ച അവളുടെ അടുത്ത് ഞാൻ ഒന്ന് ഫുട്ബോൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് അവളൊന്ന് പടേ ഞാൻ പിന്നെ ഒരു വട്ടവും കൂടെ പറഞ്ഞപ്പോൾ ഒന്ന് പോയി ബോൾ എടുത്തോണ്ട് വന്നു. ബോൾ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ബോൾ എടുക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. പിന്നെ ഒരു വട്ടം കൂടെ പറഞ്ഞപ്പോൾ ഒന്ന് ഉരുട്ടി കാണിച്ചു, വേണമെങ്കിൽ വന്ന് എൻ്റെ കൂടെ കളിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഞാനും പോയി ഒരു ബോൾ എടുത്ത് ഒറ്റയടി. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ സൈഡിൽ ഗൂസ് നിൽക്കുകയായിരുന്നു. ഒരു അരയനം പോലെ ഇങ്ങനെ ലവ് പോസിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു 2 ആൺ ഗൂസ്. പക്ഷെ അത് കിട്ടിയില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഫോണ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ അത് ഞാൻ മിസ്സാക്കി എന്തായാലും. എന്തായാലും ബാക്കിലുള്ള മണിത്താറാവിന് നല്ല ഒരു സുഖമാണ്. കാരണം ഇന്ന് മഴയും ഇല്ല. അതേപോലെ തന്നെ ചെളി വെള്ളവും നല്ലപോലെ കിട്ടി. അതിന് നല്ലപോലെ കുളിച്ച് നനച്ച് ദേഹമൊക്കെ നല്ലപോലെ വെള്ളയാക്കാനുള്ള, കാരണം ഇവർക്കൊക്കെ ചെളി വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളയാവും. എന്താണ് അതെൻ്റെ സ്പെഷ്യൽ കഴിവാണ്. പക്ഷെ എന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം. നന്ദി, നമസ്കാരം.